Electropoint പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമ്മൾ സാധാരണ ഏതൊരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പറയാറില്ല ആക്ച്വലി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഐക്കൺ പ്രസ് ചെയ്യണം എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇനിയും സബ്സ്ക്രിപ്ഷൻസും അതുപോലെ തന്നെ വ്യൂവർഷിപ്പും കൂട്ടിയാൽ മാത്രമേ എല്ലാവർക്കും നമുക്കൊരു ഈ ഒരു ചാനലിൽ റീച്ച് കൂടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ പരമാവധി ഷെയർ ചെയ്യുക. ഇലക്ട്രോണിക്സ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അതുപോലെ ഓഡിയോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി യൂസ്ഫുൾ ആവുന്ന വീഡിയോസും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും നല്ല രീതിയിൽ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്രാവശ്യം പരിചയപ്പെടുത്തുന്നത് സാധാരണ നമ്മൾ സ്റ്റീരിയോ ആംപ്ലിഫയേഴ്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ സബ് ആംപ്ലിഫയേഴ്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, 2.1 പരിചയപ്പെടുത്തിയിട്ടുണ്ട്, 5.1 പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പുതിയൊരു ലുക്കിൽ വളരെ നല്ല ക്വാളിറ്റിയോടുകൂടി ചെയ്തെടുത്തിട്ടുള്ള ഒരു 4.1 ആംപ്ലിഫയർ ആണ്. 4.1 ആംപ്ലിഫയറിൻ്റെ ആവശ്യകത നമുക്ക് എല്ലാവർക്കും അറിയാം. വീടുകളിൽ പാട്ട് കേൾക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഷോപ്പുകളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു കുറച്ചൊരു ഏരിയയുള്ള ഷോപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 സ്പീക്കർ വെച്ചിട്ട് ഈവൻ സ്റ്റീരിയോ ഇതും അതുപോലെ തന്നെ ബാക്കിൽ സറൗണ്ട് എഫക്റ്റും കിട്ടുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. അതുപോലെ തന്നെ കൂടെ നല്ലൊരു സബ് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു സബിൻ്റെ റൗട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആമ്പിൻ്റെ ഇതിലേക്ക് നമുക്ക് റിവ്യൂയിലേക്ക് നമുക്ക് തുടങ്ങാം. അതിൽ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഫ്രണ്ട് ലുക്കാണ്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അക്രിലിക് പാനൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന USB പാനൽ ഒരിക്കലും കൺസീൽഡ് ആയിട്ടല്ല ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വയർ എന്നുള്ള ബ്രാൻഡിൻ്റെ നല്ലൊരു പുതിയൊരു അപ്പിയറൻസിലുള്ള നല്ലൊരു ബിഗ് ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള ഒരു USB പാനലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ള ടൈപ്പ് പാനലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ലുക്കും ആ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു പുറത്ത് കാണാവുന്ന രീതിയിൽ നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വോളിയത്തിൻ്റെയും അതുപോലെ തന്നെ സബിൻ്റെയും നോബ് നല്ല വലിയ സബിൻ്റെ നോബ് കൊടുത്തിട്ടുണ്ട് വിത്ത് അതിൻ്റെ ലൈറ്റിംഗ് എഫക്റ്റോട് കൂടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ബാസിന് ട്രബിളിന് ഓരോ നോബുകൾ വീതം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പവറിൻ്റെ സ്വിച്ച് നോർമൽ ടൈപ്പ് പവർ സ്വിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത്തരം ആംപ്ലിഫയേഴ്സ് ചെയ്യുമ്പോൾ സെലക്ടർ സ്വിച്ച് എന്ന് പറയുന്നത് ഈവൻ പലപ്പോഴും നമ്മൾ പുഷ് ബട്ടൺ സ്വിച്ചുകളാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ പുഷ് ബട്ടൺ സ്വിച്ചുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ, കുറച്ച് കാലങ്ങൾ കഴിയുന്ന സമയത്ത് അത് കേടാവും, അതിൻ്റെ അത് ഡസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും കേടാവും. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഒരു സെലക്ടർ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു റോട്ടറി ടൈപ്പ് സ്വിച്ചാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ അകത്ത് ഇത് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് USB അതുപോലെ തന്നെ aux 1 aux 2 ഈ രണ്ട് ഇതും നമുക്ക് ഇതിൽ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈഫ് കൂട്ടുക, കുറച്ചുകൂടെ നല്ല രീതിയിൽ ആൾക്കാർക്ക് ഔട്ട്പുട്ട് കിട്ടണം, അങ്ങനെ ഒരു ഇൻറ്റൻഷനോടുകൂടി ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് ബാക്ക് സൈഡ് വ്യൂയിലേക്ക് നമുക്ക് പോകാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ സെലക്ടർ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻപുട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു aux 1 aux 2 എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു 6RCP യൂസ് ചെയ്തിട്ട് അതിൽ ഓക്സിൻ്റെ ഇത് ഇൻപുട്ടുകൾ കൊടുക്കാവുന്ന രീതിയിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ളൊരു ഓക്സ് സോക്കറ്റാണ് നമ്മൾ ഒരു RC സോക്കറ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്റ്റീരിയോ നമ്മുടെ സ്പീക്കർ കണക്റ്റേഴ്സ് ആണെങ്കിലും നല്ല ടൈപ്പ് നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കർ കണക്റ്റേഴ്സാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾക്കും അതേപോലെ തന്നെ റിയർ ചാനലുകൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ 5.1 നമ്മൾ സറൗണ്ട് ബോർഡ് യൂസ് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ സറൗണ്ട് ബോർഡ് ഇല്ല, ജസ്റ്റ് സ്റ്റീരിയോ ഔട്ട്പുട്ട് തന്നെയായിരിക്കും ബാക്കിൽ നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിൽ ഒരിക്കലും നമുക്ക് മാറ്റം വരില്ല റിയർ ചാനലിലായാലും. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100 വാട്ട് സബിൻ്റെ ഔട്ടാണുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ബനാന ജാക്കാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹെവി ആയിട്ട് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം 2 ബനാന ജാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ബനാന ജാക്കാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പവർ കോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ വ്യൂയിലേക്ക് പോകാം. പ്രധാനമായിട്ടും ഒരു ആംപ്ലിഫയർ നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ നമ്മളുടെ പലരുടെയും അറ്റൻഷൻ പോകുന്ന അല്ലെങ്കിൽ അതിൽ സ്പേസ് ഭയങ്കരമായിട്ട് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്ഫോമേഴ്സാണ്. പവർ സപ്ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മെയിൻ പവർ സപ്ലൈ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 12.012 ഒരു 5 ആംപിയർ കറക്റ്റ് കിട്ടുന്ന ഒരു ടാപ്പിംഗ് ഉള്ളതും അതുപോലെ തന്നെ 27.27 5 ആംപിയർ കിട്ടുന്ന ടാപ്പിംഗ് ഉള്ള ടൈപ്പ് ഒരു ട്രാൻസ്ഫോമർ, ഹെവി ട്രാൻസ്ഫോമറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ തന്നെ നമുക്കിതിൻ്റെ ലൈറ്റ് അതുപോലെ തന്നെ ഫാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് നോയ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ഒരു ട്രാൻസ്ഫോമർ അതിന് വേണ്ടിയിട്ടൊരു 2 ആംപിയറിൽ കൂടുതൽ വരുന്നൊരു ട്രാൻസ്ഫോമർ നമ്മളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമർ നമ്മളൊരു ബ്രാൻഡഡ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ മറ്റേ ട്രാൻസ്ഫോമർ നമ്മൾ സാധാരണ ചെയ്യുന്ന നമ്മുടെ ഒരു വെണ്ടറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞുള്ള പോലെ സ്പീക്കേഴ്സ് കംപ്ലീറ്റ് നമ്മൾ നല്ലൊരു സ്പീക്കർ കണക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ബനാന ജാക്കിൻ്റെ ഇൻപുട്ട് കണക്ഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ RCP പിന്നിൻ്റെ കണക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം
എല്ലാ ഇൻപുട്ട് കണക്ഷൻസും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കൊരു പ്രത്യേകത ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് യൂസ് ചെയ്തിട്ടുള്ള ബാസ്റ്റബിൾ ബോർഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ബാസ്റ്റബിൾ ബോർഡാണ്. കുറച്ചുകൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പവർട്രിക് എന്നുള്ള ബ്രാൻഡിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബാസ്റ്റബിളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഇൻപുട്ട് സെലക്ടേഴ്സ് ആക്ച്വലി ഒരു ഡിജിറ്റൽ വേയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു റോട്ടറി സ്വിച്ചിൻ്റെ ബേസിൽ നമുക്ക് ഈ ഒരു റിലേനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇൻപുട്ട് സെലക്ടർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള സിഗ്നൽ ലോസ് ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അതിൻ്റെ ഇൻപുട്ടും കാര്യങ്ങളും അത് ചെയ്യാൻ പറ്റും, കൂടുതൽ ലൈഫ് കിട്ടും. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള സബ് ഫിൽറ്റർ ആണെങ്കിലും എല്ലാം 3 to 4 യൂസ് ചെയ്തിട്ടുള്ള സബ് ഫിൽറ്റർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ അകത്ത് 5 പ്രീസെറ്റ്, അതായത് ഫ്രീക്വൻസിയും അതേപോലെ തന്നെ നമ്മളുടെ ഗെയിനും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 5 പ്രീസെറ്റ് യൂസ് ചെയ്തിട്ടുള്ള സബ് ഫിൽറ്ററാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 3 ഇഞ്ചിൻ്റെ ഫാൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹീറ്റ് സർക്കുലേഷൻ ഇത് പോകാനായിട്ട്, ഇവാപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട്, എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെവി ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പവർ സപ്ലൈ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് തന്നെയാണ്. പവർ സപ്ലൈ 4700 MFD കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റൽ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മോസ്ഫെറ്റ് ബോർഡിന് വേണ്ടിയിട്ടും ആംപ്ലിഫയർ ബോർഡിന് വേണ്ടിയിട്ടും സബിൻ്റെ ആംപ്ലിഫയർ ബോർഡിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ 4 ചാനൽ ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു 6 ആമ്പിയറിൻ്റെ ഡയോഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രിഡ്ജ്. പിന്നെ ഫാനിന് അതുപോലെ തന്നെ USB ബോർഡിനൊക്കെ സെപ്പറേറ്റ് പവർ സപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു ഹെവി ആയിട്ടുള്ളൊരു ആംപ്ലിഫയർ ചെറിയൊരു ക്യാബിനറ്റ് ഉള്ളിൽ നല്ല ഒതുക്കത്തിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൽ ഇനി എന്താണ് ആംപ്ലിഫയർ ബോർഡ്, ഏതൊക്കെ ആംപ്ലിഫയർ ബോർഡുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. പ്രധാനമായിട്ടും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7388 എന്നുള്ള IC യൂസ് ചെയ്തിട്ടുള്ള 4 ചാനൽ ആംപ്ലിഫയർ ആണ്. അതിൻ്റെ പ്രധാന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഇത് രീതിയിലുള്ളൊരു സിംഗിൾ IC ഇതാണ്. പക്ഷേ നമ്മുടെ ഒരു 4 ചാനൽ നല്ല രീതിയിൽ 4 ചാനൽ 26 വാട്ട്സ് പെർ ചാനൽ കിട്ടുന്ന രീതിയിൽ നല്ലൊരു പവർ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ 26 വാട്ട് പെർ ചാനൽ മിനിമം കിട്ടുന്ന രീതിയിലുള്ള ഒരു IC ആണ് 7388 എന്നുള്ളത്. ഇതിൽ ഇപ്പോൾ നമ്മൾ പല ബ്രാൻഡഡ് കാർ സ്റ്റീരിയോകളിലും കാണുന്ന ഒരു IC ആണ് ഈ 7388. അതിൻ്റെ ഒരുവിധം ക്വാളിറ്റിയുള്ള IC യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ബോർഡാണ്, സർക്യൂട്ട് ബോർഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിസ്റ്റോർഷൻ ഇല്ലാത്ത നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് നമ്മൾ നേരെ കൊടുത്തിട്ടുള്ളത് നല്ല ഒരു സ്പീക്കർ സോക്കറ്റ് വഴിയാണ് നിങ്ങൾക്ക് പുറത്തേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുക. ഇനി സബിൻ്റെ ബോർഡ്, മോസ്ഫെറ്റ് യൂസ് ചെയ്തിട്ടുള്ള സബിൻ്റെ ബോർഡ് നമ്മളെല്ലാവരും പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെയും ഒരു 2 മോസ്ഫെറ്റിൻ്റെ സർക്യൂട്ടാണ് നമ്മളിവിടെ സബിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. IRF 240 9240 എന്നുള്ള കോമ്പിനേഷനിലുള്ള സബിൻ്റെ ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 100 വാട്ട്സ് RMS ഔട്ട് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും. സുഖമായിട്ടൊരു 10 ഇഞ്ച് 8 ഇഞ്ച് ഈവൻ 12 ഇഞ്ചും വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യിക്കാം എന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മളിപ്പോഴും പറയണം 10 ഇഞ്ച് 8 ഇഞ്ചിലാണ് ഇത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ 12 ഇഞ്ചും നമുക്ക് വേണമെങ്കിൽ ലോഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നല്ലൊരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാവുന്ന, നമുക്കൊരു ഷോപ്പിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ആംപ്ലിഫയർ ആണത്. വളരെ ഒതുക്കത്തിൽ ചെറിയൊരു സ്പേസ് കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം നല്ല ലുക്കോട് കൂടി ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലായിട്ട് ബന്ധപ്പെടാം. അതേപോലെ തന്നെ വീണ്ടും ഞാൻ പറയണു, നിങ്ങളുടെ ഷെയറും സബ്സ്ക്രിപ്ഷൻ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ആംപ്ലിഫയർ ബോർഡുകളുടെയും ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ റിവ്യൂ കഴിഞ്ഞു. ഇതിൻ്റെ ഫ്രണ്ടും ബാക്ക് റിവ്യൂ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ. അപ്പോൾ വർക്കിംഗ് വീഡിയോ ഈ ഒരു റിവ്യൂവിന് ശേഷം തുടർന്ന് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.